സേതി, ഡി ഇത് വിശ്വജിത്ത് ഉള്ളിലേക്ക് പോയതും നില സേതിക്ക് നേരെ തിരിഞ്ഞു. വിശ്വ അല്ല, വിശ്വജിത്ത്. സേതി തിരുത്തി. എടി, എൻ്റെ പാസ്റ്റിൽ ഇങ്ങേർക്കൊരു റോളുണ്ട്. നിൻ്റെ പാസ്റ്റിൽ മാത്രം അങ്ങേർക്ക് റോൾ ഉണ്ടാവുള്ളൂ എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, സേതി മനസ്സിൽ പറഞ്ഞു. എടി, ഞാൻ പറഞ്ഞത് കേട്ടോ? നില അവളുടെ കയ്യിൽ തട്ടി. കേട്ടു, പക്ഷെ ഒന്നും മനസ്സിലായില്ല. ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ഒരു ദിവസം കടവിൽ കളിക്കുമ്പോൾ ഞാൻ വെള്ളത്തിലേക്ക് വീണിട്ടുണ്ട്. അന്ന് നിൻ്റെ ജിത്തേട്ടനാണ് എന്നെ രക്ഷിച്ചതെന്ന്. അന്ന് ചേച്ചി കൂടെ ഇല്ലായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന കസിൻസ് പറഞ്ഞത് വിശ്വ എന്നൊരു പേരാണ്. ജിത്തേട്ടൻ്റെ അച്ഛൻ്റെ വീട്ടിലൊക്കെ വിശ്വ എന്ന ആളെ വിളിക്കുക. അപ്പോൾ നിൻ്റെ ജിത്തേട്ടൻ തന്നെയാവും ആള്. ഞാൻ തന്നെ വാശി കാണിച്ച് വെള്ളത്തിൽ ഇറങ്ങിയതാ. ചേച്ചി ഉണ്ടെങ്കിൽ ഒട്ടും സമ്മതിക്കില്ല. എന്നിട്ട് കാല് വഴുതിയോ മറ്റോ വീണുപോയി. കൂടെ ഉണ്ടായവർക്ക് പിടിക്കാനൊന്നും പറ്റിയില്ല. അന്ന് സാറാ ഭാഗത്ത് എങ്ങോ ഉണ്ടായിരുന്നു. ആള് പൊക്കിക്കയറ്റി. അപ്പോഴേക്കും ബഹളം കേട്ട് വേറെയും ആളിലേക്ക് വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ കുറേ വെള്ളമൊക്കെ കുടിച്ചിരുന്നു. അമ്മ മുമ്പൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്, കുറച്ചുകൂടി നേരം വൈകിയിരുന്നേ ഞാൻ ആവിയായി എന്നൊക്കെ. അപ്പോൾ നിൻ്റെ ജിത്തേട്ടൻ എൻ്റെ ലൈഫിൽ ഏഞ്ചൽ ജോൺ ആയിരുന്നോ? ഏഞ്ചൽ ജോണോ? അങ്ങനെ എന്തൊക്കെയോ അല്ലേ പറയാ, ഈ അപകടത്തിൽപ്പെടുന്നവരെ ദൈവദൂതനെ പോലെ വന്ന് രക്ഷിക്കുന്നവരെ. നീ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. കുഞ്ഞിനുള്ള കാര്യമല്ലേടി, എനിക്കത്ര ഓർമ്മയില്ല. പിന്നെ അതോടുകൂടിയാണ് ഞങ്ങൾ അവിടെ നിന്ന് താമസം മാറുന്നതും. വീട് പണിയൊക്കെ കഴിഞ്ഞ് കിടക്കായെന്നെങ്കിലും അച്ഛന് പെട്ടെന്ന് താമസം മാറാൻ പ്ലാൻ ഇല്ലായിരുന്നു. അന്നത്തെ സംഭവത്തോടെ അമ്മ നിർബന്ധം പിടിച്ചു അടുത്ത വീക്ക് തന്നെ താമസം മാറിയെന്നൊക്കെ അമ്മമ്മ പറഞ്ഞറിയാം. നിൻ്റെ കുഞ്ഞിലെ മുതൽ നിന്നെ നെഞ്ചിലേറ്റിയ ആളാണ് ജിത്തേട്ടനെന്ന് നീ അറിയുമ്പോൾ അംഗീകരിക്കുമോ? ഓരോ കാര്യങ്ങൾ അറിയുമ്പോഴേക്കും സേതിയിൽ ചിന്തകൾ കൂടി. അല്ല സേതി, അപ്പോൾ നിൻ്റെ ജിത്തേട്ടൻ ഹൈഡ് ആൻഡ് സീക്ക് കളി നടത്തിയതാണോ ഇതുവരെ? ഇങ്ങനെ ഒരു വർഷമായി ഇവിടെ ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നീ ഒട്ട് പരിചയപ്പെടുത്തി തന്നില്ല. ആളതേ സമ്മതിച്ചില്ല എന്നല്ലേ നീ പറഞ്ഞത്? സേതി അവൾ ചോദിച്ചിട്ട് നല്ലോണം മനസ്സിലിട്ട് തിരിച്ചും മറിച്ചും നോക്കി. വല്ലതും മിണ്ടിയാൽ പണി വരുന്നതാണോ എന്ന്. ഡി, ഞാൻ ചോദിച്ചത് നീ ആൾക്കെന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നാണ്. ഉണ്ടാകണമല്ലോ. നിനക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് ആൾക്കറിയാം. അതുകൊണ്ടല്ലേ അന്ന് ഫുഡ് പാഴ്സൽ 2 എണ്ണം കൊണ്ടുവന്നത്. നിന്നെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവളുടെ നിന്ന് തല്ല് വാങ്ങാൻ വയ്യ. സേതി വേഗം സമ്മതിച്ചു. ഓഹോ, അപ്പോൾ അതിന് ശേഷമായിരിക്കുമല്ലേ നിൻ്റെ ജിത്തേട്ടൻ്റെ ആളിവിടെ ഉള്ളത് പറയണ്ടെന്ന് പറഞ്ഞത്. സേതി അതും സമ്മതിച്ചു കൊടുത്തു. ഇനി കിട്ടാൻ പോകുന്ന പണിയൊക്കെ ജിത്തേട്ടൻ നേരിട്ട് വാങ്ങട്ടെ എന്ന തീരുമാനത്തിലാണ് സേതി. ഒപ്പം ഈയൊരു പാസ്റ്റ് മറച്ചു വച്ചതിലുള്ള പരിഭവമുണ്ട്. ചേച്ചി വിളിക്കുന്നുണ്ട്. എത്തിയിട്ട് ഞാൻ വിളിച്ചില്ല. നിള വേഗം പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. വന്നപ്പോൾ തന്നെ പുറത്തേക്ക് നടക്കാൻ ഇറങ്ങിയതും സേതിയുടെ മുറച്ചക്കൻ്റെ കൂടെയാണ് പോയത്. ഞാൻ പറഞ്ഞില്ലേ ആളിവിടുത്തെ സാറാണ് എന്ന് തുടങ്ങി. നിള ഓരോന്ന് പറയുന്നത് കേട്ട് സേതി തലയിൽ കൈവച്ചു പോയി. അവളുടെ ഫോൺ വിളി കഴിഞ്ഞപ്പോഴേക്കും അവർ ഹോസ്റ്റലിൽ എത്തിയിരുന്നു. നീ എന്തിനാ കൂടെ ജിത്തേട്ടൻ എൻ്റെ മുറച്ചെറുക്കനാണെന്നൊക്കെ പറയുന്നത്? കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നാ. അല്ല, എൻ്റെ ജിത്തേട്ടൻ നിൻ്റെ ഏഞ്ചൽ ജോൺ ആണെന്ന് പറയാതിരുന്നത്? അതൊക്കെ പറയാം മോളെ. അതിനു മുന്നേ എനിക്ക് അങ്ങേരെ ശരിക്കും കുടയണം. നല്ല ഉടായ്പ് മണക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരിട്ടയക്കോ. നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ ഇല്ലല്ലോ. സേതി അവളെ നോക്കി നല്ലോണം ചിരിച്ചു കാണിച്ചു. പാസ്റ്റിലില്ല, പക്ഷെ പ്രസൻറ്റിലുണ്ടല്ലോ. വരട്ടെ, നിനക്കുള്ള ഞാൻ അവധിക്ക് വച്ചേക്കാം. എൻ്റെ സേതിക്കുട്ടി കള്ളം പറയാനോ രഹസ്യങ്ങൾ സൂക്ഷിക്കാനോ പഠിച്ചു തുടങ്ങിയോന്ന് എനിക്ക് സംശയമില്ലാതില്ല. നിള താടി ഒഴിഞ്ഞുകൊണ്ട് അവളെ ഒന്ന് നോക്കി. അതെ, രഹസ്യങ്ങളുടെ കലവറയാണ് ഞാനിപ്പോൾ. സേതിക്കും വിട്ടുകൊടുക്കാൻ ഭാവമില്ല. എന്നാൽ രഹസ്യക്കാരി വാ, നമുക്ക് റൂമിൽ പോയി രഹസ്യങ്ങൾ പങ്കുവയ്ക്കാം. ഒപ്പം അച്ചമ്മ സ്പെഷ്യൽ ബീഫ് ഫ്രൈ കഴിക്കാം. നിള സേതിയുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു. വിട്ടേടി, ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് ഇങ്ങനെ ഭാര്യമാരെ പോലെ പിടിക്കരുതെന്ന്. സേതി അവളെ തല്ലി നീക്കി. പെട്ടെന്ന് നിളയുടെ ഫോൺ റിങ് ചെയ്തു. സനിച്ചേട്ടനാണ്. വീട്ടിൽ പോയത് പിന്നെ ഞാൻ ആളെ വിളിക്കാൻ മറന്നു. മമ്മീനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നോ ആവോ? ഞാൻ സംസാരിച്ചിട്ട് വരാം. നീ റൂമിലേക്ക് പൊക്കോ. ബാഗ് എടുത്ത് നോക്ക്, അമ്മമ്മ നിനക്ക് എന്തൊക്കെയോ എടുത്തു വച്ചിട്ടുണ്ട്. ഫോണുമായി തിരിച്ചു നടക്കുന്നതിനിടയിൽ നിള പറഞ്ഞു. അതുവരെ സന്തോഷത്തിൽ നിന്ന സേതിയുടെ മുഖം സനി എന്ന പേര് കേട്ടപ്പോൾ വാടി. നിള ഗാർഡനിലേക്ക് നടക്കുന്നത് നോക്കി സേതി സ്റ്റെപ്പിൽ തന്നെ നിന്നു. സേതി റൂമിൽ ചെന്നപാടെ ഫോണെടുത്ത് വിശ്വജിത്തിനെ വിളിച്ചു.
ചിരിയോടെ ഒരു മൂളിലാണ് ആദ്യം തന്നെ അവൻ്റെ സൈഡിൽ നിന്ന് വന്നത്. എല്ലാം പറഞ്ഞ കൂട്ടത്തിൽ ഈ ഒരു കാര്യം പറയാത്തതിൻ്റെ പരിഭവത്തിലാണ് ഈ വിളിയെന്ന് അവൻ കരുതി. ജിത്തേട്ടൻ എന്താ ഈ ഒളിച്ചുകളി ലൈൻ? നിളയോട് തുറന്ന് സംസാരിച്ചൂടെ? അവനൊന്ന് ചിരിച്ചു. അവൾ എന്താ നിന്നോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മയുണ്ടോ? കുറച്ചൊക്കെ ഓർമ്മയുണ്ട്, പക്ഷേ ജിത്തേട്ടനെ ഓർമ്മയൊന്നുമില്ല. രക്ഷിച്ച ആളുടെ പേര് വിശ്വ എന്ന് പറഞ്ഞുള്ള കേട്ടറിവ് മാത്രമുണ്ട്. അവൾ എന്തിയേ? സനിച്ചേട്ടനോട് ഫോണിൽ സംസാരിക്കുന്നു. അവൾ ഓരോ ദിവസം കഴിയുന്തോറും സനിച്ചേട്ടനോട് കൂടുതൽ അടുത്തു വരാണ്. ജിത്തേട്ടൻ്റെ ഇഷ്ടം അവൾ അറിയാതെ പോകുമോ എന്നെനിക്ക് ഭയമുണ്ട്. എൻ്റെ വർഷങ്ങളുടെ കാത്തിരിപ്പാണ് നിള. അവളോടുള്ള എൻ്റെ ഇഷ്ടം ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ കഴിയുമോ? അവൾ എൻ്റേത് തന്നെയാ. അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ദൈവം അവളെ വീണ്ടും എൻ്റെ മുന്നിലെത്തിക്കുമോ? നിന്നോട് എനിക്കിതെങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയില്ല സേതി. പറഞ്ഞു വന്നപ്പോൾ അവൻ്റെ ശബ്ദത്തിൽ വികാരങ്ങൾ കൂടി കലർന്നു. സേതിക്ക് അവനോട് എന്താ പറയേണ്ടതെന്നറിയാതെ പോയി. പിന്നെ നിളയെ നിനക്കറിയാലോ. ഒറ്റ വാക്കിൽ ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞാൽ അവളതിനെ എങ്ങനെ എടുക്കുമെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ. ജിതരൻ വേദനിക്കേണ്ട അവസ്ഥ വരരുതെന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞത്. അവൾ സന്നിച്ചേട്ടനോട് അടുക്കുന്തോറും എനിക്ക് പേടിയാണ്. എനിക്ക് അങ്ങനെ ഒരു പേടിയേ ഇല്ല സേതി. എന്തായാലും അധികം വൈകാതെ തന്നെ ഞാൻ സംസാരിക്കും നിളയോട്. അവൾക്ക് ചിത്തേട്ടൻ എന്തോ ഉടായ്പ് കാണിക്കുന്നുണ്ടെന്ന് സംശയമുണ്ട്. ഒന്ന് പിടിച്ച് കുടയണമെന്നൊക്കെ പറയുന്നുണ്ട്. നാളെ കാണാം സേതി. വിശ്വജിത്ത് ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്ക് കിടന്നു. ബാക്കി സാർമാരൊക്കെ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റ് ന്യൂസും കണ്ട് ടി വിയുടെ മുന്നിലിരിപ്പുണ്ട്. വിശ്വജിത്ത് പുറത്തുനിന്ന് വന്നപാടെ മുറിയിലേക്ക് പോന്നതാണ്. അവൻ്റെ ഉള്ളിൽ പഴയ ഓർമ്മകൾ തിര പോലെ തള്ളി വന്നു. വിമലേട്ടനൊക്കെ ചെന്നൈയിൽ പോയത് പിന്നെ സൈക്കിളെടുത്ത് അപ്പുറം കടവിൽ പോയിട്ടില്ല. നിളയെ അടുത്ത് കണ്ടിട്ട് ദിവസങ്ങൾ കുറേ കടന്നുപോയി. അടുത്തൊന്ന് കാണാതെ ഇനി പറ്റില്ല എന്ന് തോന്നിയ നിമിഷമാണ് സൈക്കിളെടുത്തൊന്ന് പോയി നോക്കാമെന്ന് കരുതിയത്. ഉച്ച മുതൽ വൈകുന്നേരം ആകും വരെ പറമ്പിൻ്റെ അറ്റത്ത് വന്നിരുന്നു. അപ്പുറം കടവിൽ അവർ വന്നെന്ന് കണ്ടപ്പോൾ സൈക്കിളെടുത്തിറങ്ങി. കഴിയുന്ന അത്രയും സ്പീഡിലാണ് പാലത്തിൽ കൂടിയൊക്കെ സൈക്കിൾ ചവിട്ടിയത്. താൻ അവിടെ എത്തുന്ന നേരം കൊണ്ട് അവർ പോകുമോ എന്ന പേടിയായിരുന്നു. അവിടെ എത്താറായപ്പോഴാണ് ഓർത്തത് തന്നെ കണ്ടാൽ അവർ പ്രശ്നമാക്കുമോ എന്ന്. അന്ന് വിമലേട്ടൻ്റെ കൂടെ തന്നെയും കണ്ടതല്ലേ. എന്നാലും ഒന്ന് കാണാതെ വയ്യ. അവർക്കടുത്തേക്ക് എത്തും മുന്നേ ഉള്ള പറമ്പിൽ സൈക്കിൾ ഒതുക്കി നിർത്തി. ഇത്തിരി അകലിൽ നിന്നൊന്ന് കണ്ടാൽ മതിയെന്ന് തീരുമാനിച്ച് കടവിൻ്റെ സൈഡിൽ പിടിച്ച് പയ്യെ നടന്നു. അവിടേക്ക് എത്തും മുന്നേ പുഴയിൽ വല്ലാത്ത ഓളം വെട്ട് പോലെ തോന്നി. ഒപ്പം കുറേ ഒച്ചപ്പാടും ബഹളവും. ഓടിച്ചു നെത്തി നോക്കുമ്പോൾ കാണുന്നത് പുഴയിൽ മുങ്ങിത്താഴുന്ന നിളയെയാണ്. ഇടയ്ക്ക് പൊന്തി താഴുന്നുണ്ട്. കടവിൽ നിന്ന് അധികം ദൂരം നീങ്ങിയിട്ടില്ല. പക്ഷേ കുഞ്ഞിനിളയ്ക്ക് മുങ്ങാൻ ആ ആഴം മതി. അവൾ കൈയിട്ട് പിടയ്ക്കും തോറും മുന്നോട്ട് നീങ്ങി പോവുകയാണ്. ശ്വാസം വിങ്ങി ഒന്നും ചെയ്യാനാകാതെ നിന്നുപോയ നിമിഷം. കൂടെയുള്ള പിള്ളേർ അലച്ചുകൂവി വിളിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. ഒന്ന് മുങ്ങിപ്പോയ നിള പിന്നെ നിമിഷങ്ങൾ കഴിഞ്ഞ് പൊങ്ങുന്നതിനെ കണ്ട് ഒന്നും നോക്കാതെ പുഴയിലേക്ക് എടുത്ത് ചാടി. നീന്തലിൻ്റെ ബാലപാഠങ്ങൾ മാത്രം അറിവുള്ളൂ. ഒന്നോ രണ്ടോ വട്ടം വിമലേട്ടനൊപ്പം നീന്തി നോക്കിയിട്ടുണ്ട് എന്നല്ലാതെ മുങ്ങിച്ചെന്ന് നിളയെ എടുക്കാൻ മാത്രം കഴിവൊന്നുമില്ല. അന്നേരം ഉള്ളിൽ മുങ്ങിപ്പോകുന്നത് തൻ്റെ ജീവനാണെന്ന തിരിച്ചറിവ് മാത്രമുള്ളായിരുന്നു. വെള്ളത്തിലേക്ക് എടുത്തു ചാടിയതും അടിയിലേക്ക് പോയി. കുറച്ച് വെള്ളം കുടിച്ചു. എന്നാലും എങ്ങനെയൊക്കെയോ നിലയ്ക്കരികിലെത്തി. ഇത്തിരിയില്ലാത്ത അവളുടെ മുടിയിൽ പിടിച്ച് വലിച്ചു കരയിലേക്ക് അടുക്കാൻ പറ്റും പോലെ ശ്രമിച്ചു. ഒരുവിധം കടവിൻ്റെ അടുത്തേക്ക് എത്തും മുന്നേ താനും കുഴഞ്ഞ് താഴേക്ക് പോകാൻ തുടങ്ങി. അപ്പോഴേക്കും കൂടെയുള്ളവരുടെ ബഹളം കേട്ട് ആളുകളെത്തി. ഞങ്ങളെ കടവിലേക്ക് കയറ്റിക്കിടത്തുമ്പോൾ നിലയ്ക്ക് അനക്കമില്ലാത്ത പോലെയായിരുന്നു. കടവിൽ താഴ്ന്നു കിടക്കുന്ന നേരം ചുറ്റുമുള്ള കരച്ചിലും ബഹളവും ഓട്ടപ്പാച്ചിലും അറിയുന്നുണ്ടായിരുന്നു. ആരോ തട്ടി വിളിച്ചതും ചുമച്ച് ഒരുവിധം എണീറ്റിരുന്നു. അപ്പോഴേക്കും നിലയെ കൊണ്ട് ആളുകൾ ഹോസ്പിറ്റലിലേക്ക് ഓടിയിരുന്നു. എന്നെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കിയെങ്കിലും സമ്മതിച്ചില്ല. അതിനുള്ള ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു. ഉള്ളു നിറയെ താഴ്ന്നു കിടക്കുന്ന നിലയുടെ മുഖമാണ്. അവരൊക്കെ നിർബന്ധിച്ച് പിടിച്ചു അടുത്ത വീടിൻ്റെ തിണ്ണയിൽ കൊണ്ടിരുത്തി. ശരീരത്തിൻ്റെ തളർച്ച മാറിയിട്ടും നിളയുടെ വിവരം അറിയും വരെ അവിടെ നിന്ന് എഴുന്നേക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞതും കൂടെ പോയവരിൽ ഒരാൾ ഫോൺ വിളിച്ചു. കുട്ടിക്ക് കുഴപ്പമില്ല, കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ട്, ഒബ്സർവേഷനിലാണ്, പേടിക്കാൻ മാത്രമൊന്നുമില്ല. ആ വാർത്ത കേട്ടതിന് ശേഷമാണ് കൂടി നിന്നവർ സമാധാനത്തോടെ മടങ്ങിയത്. എല്ലാവരും തന്നെ അഭിനന്ദിച്ച് വീടൊക്കെ ചോദിച്ചപ്പോൾ ഉള്ളിൽ അപകടം മണത്തു.
വീട്ടിലറിഞ്ഞാലുള്ള പേടി ഓർത്ത് തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം അവിടെ നിന്ന് ഓടിപ്പോരുകയായിരുന്നു. പിന്നെ നിലയെ കാണുന്നത് 4-5 ദിവസം കഴിഞ്ഞു സ്കൂൾ ബസ് ഇറങ്ങുന്നിടത്ത് ചെന്നാണ്. അതിനുശേഷം അവളെ കാണാൻ കഴിഞ്ഞില്ല. പറ്റാവുന്ന പോലെ അവളുടെ സ്കൂൾ വഴിയും വീടിൻ്റെ പരിസരത്തുമൊക്കെ അലഞ്ഞു. അവരവിടെ നിന്ന് താമസം മാറിയത് അറിയുന്നത് അങ്ങനെയാണ്. ആരും കാണാതെ കരഞ്ഞു പിടിച്ച് നടന്ന ദിവസങ്ങൾ കുറച്ചൊന്നുമല്ല. പിന്നെ അവിടുന്ന് താമസം മാറിയതിൽ പിന്നെ മനസ്സിൻ്റെ ഒരു കോണിലേക്ക് ഒതുക്കി നിലയെ. അതിനുശേഷം വർഷങ്ങൾക്കപ്പുറം ഹോസ്പിറ്റലിൽ തളർന്നു നിന്ന് കരയുന്ന നിലയെയാണ് കാണുന്നത്. ജീവിതത്തിൻ്റെ വലിയൊരു പ്രതിസന്ധിയിൽ തളർന്നു നിൽക്കുന്ന നില. അടുത്തു ചെല്ലാനും സമാധാനിപ്പിക്കാനും അവൾക്ക് ഞാൻ ആരുമല്ല. അവളിലേക്ക് എത്താൻ എനിക്ക് മാർഗങ്ങളില്ലാതെ നിൽക്കുന്ന നേരമാണ് അവളിവിടെ കോളേജിലെത്തുന്നത്. നിലയ്ക്ക് മാറ്റങ്ങളേറെയാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ അവളുള്ള ഇഷ്ടത്തിന് വർഷങ്ങൾ ഇത്ര കടന്നിട്ടും ഒരു മാറ്റം വന്നില്ലെന്ന് തിരിച്ചറിഞ്ഞത് നിലയ്ക്ക് ജിതിനെ ഇഷ്ടമാണെന്ന് അറിഞ്ഞ നിമിഷമാണ്. വിശ്വ, അനിൽ സാർ വന്നു കേട്ടോ. താഴേന്ന് ബെന്നി സാറിൻ്റെ വിളി വന്നപ്പോൾ പഴയതൊക്കെ വിട്ട് വിശ്വജിത്ത് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. തുടരും. സ്നേഹത്തോടെ, അഭിനവി.